എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കൊച്ചു സിനിമയുടെ വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 25-ാം തീയതി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. ആദ്യ ദിവസം മുതൽ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ആദ്യ ദിന കേരള റെസ്റ്റ് ഓഫിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ഒട്ടും ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലാലേട്ടൻ്റെ ഒരു ചെറിയ സിനിമയാണല്ലോ തുടരും. പക്ഷേ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ വേറെ ലെവലിലേക്ക് പോയ സിനിമയുടെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ഒട്ടും ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഒരു ഫാമിലി സിനിമ എന്ന രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ ദിനം ഏറ്റവും മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെടുന്ന ഒരു ഫാമിലി സിനിമ എന്ന രീതിയിലേക്ക് തുടരും മാറിയിരിക്കുകയാണ്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ ദിനം 1 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം 6 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ കേരളത്തിനേക്കാളും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിനം 9 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15,75,00,000 ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇതോടെ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടുന്ന ലാലേട്ടന്റെ സിനിമകളിൽ വെച്ച് 4ാം സ്ഥാനത്തേക്ക് തുടരും എത്തപ്പെട്ടിരിക്കുകയാണ്. വമ്പൻ ഹൈപ്പിൽ 2019 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച വിജയം നേടിയ സിനിമ കൂടിയാണല്ലോ ലൂസിഫർ. ആ ലൂസിഫറിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷനാണ് തുടരും ഒട്ടും ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഒരു ഫാമിലി ഡ്രാമ സിനിമയെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തുടരും മറികടന്നിരിക്കുന്നത്. അതേസമയം ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 7ാം സ്ഥാനത്തിലേക്ക് തുടരും എത്തപ്പെട്ടിരിക്കുകയാണ്. 2023 ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ വമ്പൻ പ്രമോഷനോടെ വമ്പൻ പാൻ ഇന്ത്യൻ ഹൈപ്പോടെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത് എന്ന സിനിമയുടെ 15,05,00,000 എന്ന വേൾഡ് വൈഡ് ആദ്യദിന കളക്ഷനാണ് തുടരും മറികടന്നിരിക്കുന്നത്. അങ്ങനെ റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് തുടരുമെന്ന സിനിമയുടെ 2ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 3,75,00,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തേക്കാൾ മികച്ച കളക്ഷനാണ് ഇന്ന് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 6 കോടി 8 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ 2ാം ദിവസത്തെ കേരള ഗ്രോസും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 10 കോടി പിന്നിട്ടിരിക്കുകയാണ്. കാത്തിരിക്കും ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.